പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ഒന്ന് പറഞ്ഞേ, നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നാം എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? നാം എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നല്ല ചൂടാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ഇപ്പം അനുഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നല്ല ചൂട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് നമുക്ക് ഈ ചൂടിനെ എങ്ങനെയാണ് അതിജീവിക്കാൻ പറ്റുന്നത്? നാം കർത്താവിൻ്റെ മഹത്വം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് മറ്റ് അസൗകര്യങ്ങൾ ഒരു പ്രശ്നമല്ലാതെയാകുന്നത്. നമ്മൾ കർത്താവിൻ്റെ മഹത്വം, അതിലും വലിയൊരു കാര്യം എങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണും ചിലപ്പോൾ ഇത്രയും ചൂടത്ത് നിന്നിട്ട് ചില പിള്ളേര് അല്ലേ ക്രിക്കറ്റ് കളിക്കാൻ പോകും, ഇല്ലേ? ചില പിള്ളേര് ക്രിക്കറ്റ് കളിക്കാൻ ഇത്രയും ചൂടത്ത്. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ചൂട് അതിനേക്കാളും വലിയൊരു കാര്യം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമല്ല. അവർക്ക് വലിയൊരു പന്തല്, മക്കളെ നിങ്ങൾ ഈ ചൂടത്ത് നിന്ന് കളിക്കണം, പന്തൽ കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഷെഡ് കെട്ടി കൊടുക്കാറുണ്ടോ? ഇല്ല, അവർ കളിച്ചു. കാരണം അവർക്ക് ആ കളിയോടുള്ള താല്പര്യമുള്ളത് കൊണ്ട് ഒരു ചൂടും പ്രശ്നമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ നമുക്ക് ചൂട് എന്തുകൊണ്ടാണ് പ്രശ്നമല്ലാത്തത്? കർത്താവിൻ്റെ മഹത്വം നമ്മൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും അതിലിങ്ങനെ മുഴുകിയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അത് പ്രശ്നമല്ല. അത് പ്രശ്നമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് കുറച്ച് നേരത്തേക്ക് കർത്താവ് ആ ഫാനൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് കളഞ്ഞത്. ഫാനൊക്കെ ഓഫ് ചെയ്ത് കളഞ്ഞപ്പോഴാണ് അച്ഛൻ പറയുന്നത് തുള്ളിച്ചാണ്, താഴ്ത്തു നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. ചില നേരത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി നമ്മളെല്ലാ സൗകര്യങ്ങളും നമ്മെക്കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിലും ചില സമയത്ത് ചില തിന്മകളുടെ കർത്താവ് അനുവദിക്കുന്നു. കർത്താവ് നമ്മളെ പരീക്ഷിക്കുന്നതല്ല. ഇവൻ ചൂട് വരുമ്പോൾ ഫാൻ ഓഫാകുമ്പോൾ ഓടുമോ ഇല്ലയോ എന്ന് അറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ മഹത്വമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുള്ള മഹത്വമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? കണ്ണാടിയിൽ എന്നതുപോലെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണാടിയിലുള്ളതിൻ്റെ പ്രത്യേകത എന്താണ്? അതൊരു റിഫ്ലക്ഷനാണ്. നമ്മളൊരു സാക്ഷ്യം കേൾക്കുന്നു. ആ സാക്ഷ്യം കർത്താവാണോ? അതിൽ കർത്താവുണ്ട്. കർത്താവിൻ്റെ ഒരു പ്രതിഫലനമുണ്ട്, പ്രതിബിംബമുണ്ട്. നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളിൽ സ്വർഗത്തിൻ്റെ ഒരു റിഫ്ലക്ഷനുണ്ട്. ഈ കൂട്ടായ്മ എന്താണെന്നറിയാവോ? ഇതൊരു സ്വർഗീയ കൂട്ടായ്മയുടെ റിഫ്ലക്ഷനാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. സ്വർഗത്തിൽ എന്താണ് നടക്കാനിരിക്കുന്നത്? സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? കല്യാണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എല്ലാവർക്കും ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും 100 മക്കൾ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എന്താണുള്ളത്? ദൈവാരാധനയാണുള്ളത്. ആ ദൈവാരാധനയുടെ ഒരു പ്രതിഫലനമാണ് ഭൂമിയിൽ നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിന് മുന്നിൽ. അപ്പോൾ ഈ ആരാധന സ്വർഗീയമായ, സ്വർഗത്തിലുള്ള നിത്യതയുടെ ആരാധനയുടെ ഒരു മുൻ ആസ്വാദനമാണ്. കൈയടിച്ച് വീണ്ടും നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ.
അപ്പോൾ ഇവിടെ ഭൂമിയിൽ വെച്ച് ആരാധന നടത്താൻ നമുക്ക് എന്ത് വേണം? ശരീരം വേണം. സ്വർഗത്തിൽ വെച്ച് ആരാധന നടത്താൻ നമുക്ക് ശരീരത്തിൻ്റെ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മാവിന് ഈ ശരീരത്തിൻ്റെ ശ്രദ്ധിക്കണം, വളരെ നന്നായിട്ട് നമ്മുടെ ആത്മാവിന് ഈ ശരീരത്തിൻ്റെ ഒരു സഹായം കൂടാതെ തന്നെ ദൈവത്തെ ആരാധിക്കാൻ തക്കവിധം ഈ ആത്മാവ് പക്വത പ്രാപിക്കുമ്പോൾ, എന്നോട് പറയാം, ശരീരത്തിൻ്റെ സഹായം കൂടാതെ തന്നെ ഒരാത്മാവിന് ദൈവത്തെ ആരാധിക്കാൻ തക്കവിധം ഈ ആത്മാവ് പക്വത പ്രാപിക്കുമ്പോൾ ഈ ആത്മാവ് എന്തു ചെയ്യും? ശരീരത്തെ ഉപേക്ഷിക്കും. എന്നിട്ട് ആത്മാവ് ഫ്രീ ആയിട്ട് മുകളിലേക്ക് പറന്നു പോകും. ആ പറന്നു പോകലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇയാൾക്ക് ഇനി കർത്താവിനെ ആരാധിക്കാൻ ശരീരത്തിൻ്റെ ആവശ്യമില്ല. ശരീരമില്ലാതെ തന്നെ ഒരാത്മാവിന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? ശരീരമില്ലാതെ തന്നെ, ശ്രദ്ധിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച്, ശരീരമില്ലാതെ തന്നെ ഒരാത്മാവിന് കർത്താവിനെ ആരാധിക്കാൻ പറ്റുമ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ശരീരത്തോടുകൂടെ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ വരുന്ന ആദ്യത്തെ ബുദ്ധിമുട്ട് എന്താണ്? ഉറക്കം വരും. ശരീരമില്ലെങ്കിൽ നമുക്ക് എന്ത് വരില്ല? അപ്പൊ തന്നെ കാര്യം പകുതി രക്ഷപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഉറക്കം വരില്ല. ഇനി കുറച്ചു നേരം ഇനി ഉറക്കം വരുന്നില്ല, ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മുടെ ഒരു ശരീരമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളത്. എന്ത് ബുദ്ധിമുട്ട്? ചൂടുള്ളത്. ചൂടില്ലെങ്കിൽ ആത്മാവ്, ശരീരമില്ലെങ്കിൽ പിന്നെ ആത്മാവിന് ചൂടുണ്ടാവോ? ഇല്ല. അപ്പൊ ആ പ്രശ്നം മാറി. ഹല്ലേലൂയ. പിന്നെ ശരീരമില്ലെങ്കിലുള്ള മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണ്? വിശപ്പുണ്ടാവുകയില്ല, അല്ലേ? ശരീരമുള്ളത് കൊണ്ടല്ലേ വിശപ്പുള്ളത്, അല്ലേ? ഇപ്പോൾ ആർക്കെങ്കിലും, ചില ആളുകൾക്കെങ്കിലും ഇപ്പോൾ തോന്നും, ഇപ്പോൾ ചൂടൊക്കെ ആണോ, ഇത്തിരി വെള്ളം കുടിക്കാൻ പോകണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരീരമുള്ളത് കൊണ്ടാണ്. പക്ഷെ നിങ്ങളത് സഹിച്ചവിടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്നതിനുള്ള ശാരീരികമായ കുറെ തടസ്സങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരു അമ്മ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചൊരു അരമണിക്കൂറായി, 2 മണിക്കൂറായി, ഉച്ചക്കാലത്തേക്ക് ഒന്നും ആക്കിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഭക്ഷണം കഴിക്കണ്ടേ? ഇപ്പം എല്ലാവർക്കും ശരീരമില്ല, ആത്മാവ് മാത്രമാണെങ്കിൽ ആ കുക്ക് ചെയ്യണ പ്രശ്നമുണ്ടോ? അടുക്കളയിൽ പോയി തീ കത്തിക്കണോ? എന്തൊരാശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ നിന്ന് ഈ ആത്മാവ് വേർപെടുക എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്താണ്? പ്രൈസ് ദി ലോർഡ്. അതൊരു ഗുണമുള്ള കാര്യമാണ്. കാരണം പിന്നെ കർത്താവിനെ ആരാധിക്കുമ്പോൾ ശരീരത്തിൻ്റെ തടസ്സങ്ങൾ, ശരീരത്തിന് പല തടസ്സങ്ങളുണ്ട്. നമ്മൾ കൈയടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭയങ്കര തലവേദന വരുന്നത്. അത് ശരീരത്തിൻ്റെ തടസ്സമാണ്. കൈവേദന വരുന്നു, ശരീരത്തിൻ്റെ തടസ്സമാണ്. കാലുവേദന വരുന്നു, ശരീരത്തിൻ്റെ തടസ്സമാണ്. ഈ ശരീരത്തിൻ്റെ തടസ്സങ്ങൾ ഇല്ലാതെയാകും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണാടിയിൽ എന്നതുപോലെ കർത്താവിൻ്റെ പ്രതിഫലനം, ആ ഒരു പ്രതിഫലനം, സ്വർഗത്തിൻ്റെ പ്രതിഫലനമാണ് ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോയതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ അച്ഛൻ്റെ അപ്പച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു.
അച്ഛൻ ഇന്നലെ ഒരു 5:30 ആയപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇന്ന് അച്ഛൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച പോയി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ മുഴുവൻ സമയവും അപ്പച്ചൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് സാധിച്ചു. ഞായറാഴ്ച പോയപ്പോൾ അച്ഛൻ്റെ കൂടെ സണ്ണിച്ചേട്ടനും വർഗീസേട്ടനും ജോസേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുഴുവൻ സമയവും അപ്പച്ചൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനൊക്കെ സാധിച്ചു. ഇന്നലെ കാലത്ത് മുതൽ അപ്പച്ചൻ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, ലിക്വിഡ് ഫുഡാണ് കഴിക്കുന്നത്, ഒന്നും കഴിക്കുന്നില്ല. ഒരു വെള്ളം പോലും നേരം വെളുത്തിട്ട് വൈകിട്ട് ഒരു 5 മണിയായിട്ടും ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ വിചാരിച്ചു വിളിച്ചു പറയാം, ഇന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ വിളിച്ചു പറയാമെന്നൊക്കെ വിചാരിച്ച് 2-3 പ്രാവശ്യം വിളിച്ചു. ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചെങ്കിലും ആരും ഫോൺ എടുത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ കുറച്ചുകൂടെയൊക്കെ ഉഷാറായി, ഭക്ഷണമൊക്കെ കഴിച്ചു, കഞ്ഞിയൊക്കെ അടിച്ച് കുടിച്ചു. നോർമലായിട്ട് സാധാരണ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിക്കാനും കുറച്ചെങ്കിലും ഒക്കെ ഒരു ആരോഗ്യം സ്ഥിതി ഉണ്ടെന്ന് തോന്നുകയൊക്കെ ചെയ്തു. അപ്പോൾ അപ്പച്ചൻ വിചാരിച്ച് വിളിച്ചിട്ട് കിട്ടാതിരുന്നത് നന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പച്ചന് നല്ല ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ, എന്തെങ്കിലും പറയാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നെങ്കിൽ അപ്പച്ചൻ പറയുന്ന ഒരു കാര്യം ഇതായിരിക്കും എന്ന് അച്ഛൻ ഉറപ്പാണ്. പോയി ശുശ്രൂഷ ചെയ്യുക, നിങ്ങളെ വിളിച്ച കാര്യം ചെയ്യുക. അപ്പച്ചൻ ഈശോയുടെ ആ വചനം വേണമെങ്കിൽ പറയും, മരിച്ചവർ തങ്ങളുടെ അടക്കം, നീ ദൈവരാജ്യം പോയി പ്രസംഗിക്കുക. കൈയടിച്ച് കർത്താവിനെ മുന്നിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിക്കാം. അച്ഛൻ നിങ്ങൾ വിചാരിക്കും എന്തിനാ അച്ഛൻ എല്ലാ ആഴ്ച ഇത് തന്നെ പറയുന്നതെന്ന്. ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രേസ് ഇങ്ങനെയുണ്ട്, ലേണിംഗ് ഈസ് ദ ഡോട്ടർ ഓഫ് റിപ്പീറ്റേഷൻ എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിൽ അത് പല ആവർത്തി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. എന്തിനാണ് ഒരു പരസ്യം തന്നെ ഒരു പ്രാവശ്യം TV കാണിച്ച് നമുക്ക് മനസ്സിലാവില്ലേ? ഇല്ലേ? ഇത് തന്നെ കാലത്ത് ഉച്ചക്കും വൈകുന്നേരം, പിറ്റേ ദിവസം കാലത്ത് ഉച്ചക്കും. ഇവർക്ക് വേറൊന്നും പറയാനില്ലേ? ഇതിങ്ങനെ ഈ ഒരു പരസ്യം, ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി, ജനിച്ചപ്പോൾ തുടങ്ങി കേൾക്കുന്നു, ഇന്നും അതിന് ഹല്ലേലൂയ. ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഇത് പതിയാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് സംഭവിക്കണം? അപ്പൊ ചില ആളുകൾ പറയാം, അച്ഛൻ ഞങ്ങൾ 5-10 കൊല്ലം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു മാറ്റമൊന്നും വന്നിട്ടില്ല, അല്ലേ? ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾക്കൊരു രൂപാന്തരീകരണം ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് കുറെ പേര് ചിരിക്കത്തുണ്ട്. ഞങ്ങൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രൂപാന്തരീകരണം സംഭവിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈശോയെ മുറുകെ പിടിക്കേണ്ടതുപോലെയല്ല അതാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു തീ ഇവിടെ പോയി പിടിക്കുന്നു, അപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ കുറേ നേരം ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ കൈയൊന്നും പൊള്ളുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ കൈക്ക് കുഷ്ഠം ബാധിച്ചിരിക്കുന്നു എന്ന്. വേറെ കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്ക് ചൂടില്ലെന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മുടെ കൈക്ക് എന്തോ, ആ പിടിച്ചതിൽ എന്തോ തട്ടിപ്പുണ്ട് എന്നാണ് അതിൻ്റെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണേണ്ടതുപോലെയാണ് കാണുന്നതെങ്കിൽ, അച്ഛൻ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒറീസയിൽ വെച്ച പാസ്പോർട്ട് എടുത്തത്. അപ്പോൾ ഒരു പ്രാവശ്യം അയാൾ വിളിപ്പിച്ചപ്പോൾ അച്ഛൻ 500 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ട്രെയിനൊക്കെ പിടിച്ചിട്ടാണ് അവിടെ ചെന്ന് പറഞ്ഞു വന്നു. വെരിഫിക്കേഷന് വേണ്ടി വിളിപ്പിച്ചു. ആശ്രമത്തിൽ വന്നപ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നില്ല, വേറെ ക്ലാസ് എടുക്കാൻ പോയിരിക്കായിരുന്നു. അച്ഛൻ അവിടെ നിന്ന് വേഗം വന്ന്
വെരിഫിക്കേഷൻ നടത്തി ഞാനാണ് ഇന്ന ആൾ, കാർഡൊക്കെ കാണിച്ച് ശരി തിരിച്ചു പോന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും ഈ പറഞ്ഞ പോലെ 500 കിലോമീറ്റർ ദൂരത്താണ്. വീണ്ടും വിളി വന്നിരിക്കുന്നു, 1 ദിവസത്തിനുള്ളിൽ ഹാജരായില്ലെങ്കിൽ ഇത് ക്യാൻസൽ ചെയ്യും. അപ്പോൾ നേരത്തെ കണ്ടതാണല്ലോ. അപ്പോൾ രണ്ടാമത് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു കാണേണ്ടതുപോലെ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഇനി ഇതിൽ കൂടുതൽ എന്ത്? അപ്പോൾ വേറൊരു സാറ് വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു അങ്ങനെയല്ല, ഇങ്ങനെയൊക്കെയാണ്. ഇതപ്പം പറഞ്ഞ പോലെ. അപ്പോൾ കാണേണ്ടതുപോലെ കാണാതിരുന്നത് കൊണ്ട് 500 രൂപ കൊടുക്കേണ്ടതിന് പകരം അച്ഛന് ഒരു 2000-3000 രൂപ പോയി. 2 പ്രാവശ്യം ഈ പോയി വരണ്ടേ. ആദ്യത്തെ പ്രാവശ്യം തന്നെ കാണേണ്ടതുപോലെ കണ്ടാൽ മതിയായിരുന്നു. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്നുണ്ടെങ്കിലും കർത്താവിനെ എങ്ങനെ കാണണം? നമ്മൾ കർത്താവിനെ കാണേണ്ടത് സ്വർഗീയമായൊരർത്ഥത്തിൽ, ദൈവീകമായൊരർത്ഥത്തിൽ, ആത്മീയമായൊരർത്ഥത്തിൽ കാണേണ്ടതുപോലെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, അപ്പൊ അച്ഛൻ ചോദിച്ചു അപ്പൊ എങ്ങനെയാ ശരിക്കും കാണേണ്ടത്? നിങ്ങൾ കാണേണ്ട പോലെ കാണണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ കർത്താവിനോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിരുന്നാ പോരെ? അപ്പോൾ കർത്താവ് പറയും കാണേണ്ടതുപോലെ കാണണം. അതാണ് നമ്മൾ ധ്യാനിച്ചത്. മൂടുപടമണിയാത്ത മുഖത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ കാണണം. എങ്ങനെയുള്ള വിശ്വാസം നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞതാണ്. പ്രത്യാശയോടുകൂടെ കാണണം. എങ്ങനെയുള്ള പ്രത്യാശ? പല മണിക്കൂറുകൾ നമ്മൾ പഠിച്ചതാണ്. പ്രാർത്ഥനയോടുകൂടെ കാണണം. എങ്ങനെയുള്ള പ്രാർത്ഥന? നമ്മൾ കണ്ടതാണ്. സ്നേഹത്തോടുകൂടെ കാണണം. എങ്ങനെയുള്ള സ്നേഹം? നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്ഷ്യം പറയുന്ന, സാക്ഷിയായി തീരുന്ന ഒരു മനോഭാവത്തോടുകൂടെ കാണണം. കൈയടിച്ച് കർത്താവിനെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ സാക്ഷികളായി തീരുമ്പോഴാണ് നമുക്കെന്ത് സംഭവിക്കുന്നത്? രൂപാന്തരീകരണം സംഭവിക്കുന്നത്. നമുക്ക് രൂപാന്തരീകരണം സംഭവിക്കാത്തതിൻ്റെ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് സാക്ഷികളായി തീരുക എന്ന് പറയുന്ന അത് തീരാത്തതാണ്. തമ്പാൻ സാക്ഷ്യം എഴുതിയപ്പോൾ തമ്പാൻ ചോദിച്ച ഒരു അനുഗ്രഹമുണ്ട്. അനേകായിരം മക്കളെ ഈശോയിലേക്ക് ഊട്ടിക്കൊണ്ടുവരാൻ എനിക്കൊരു കൃപ കിട്ടട്ടെ ക്രൂശിതനായ ഈശോയെ എന്ന് കൈയടിച്ച് നന്ദി പറയാം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആ പാട്ട് പാടുമ്പോൾ നമ്മൾ എന്താ പാടാറ്? യേശുവിൻ ധീരസാക്ഷികളായി തലമുറകളെ മാറ്റിയ ആത്മാ. നമുക്കൊന്ന് പാടാം ഷാജി. യേശുവിൻ ധീര വചനം വിതച്ചു മുന്നേറാൻ വരദാനങ്ങൾ നൽകണമേ. ഒന്നുകൂടി പാടാം. വചനം വിതച്ചു മുന്നേറാൻ വരദാനങ്ങൾ നൽകണമേ. ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് കൈയടിച്ച് പാടാം. യേശുവിൻ ധീരസാക്ഷികളാൽ തലമുറകളെ മാറ്റിയ ആത്മാവേ, വചനം വിതച്ചു മുന്നേറാൻ വരദാനങ്ങൾ നൽകണമേ. യേശുവിൻ ധീരസാക്ഷികളാൽ തലമുറകളെ മാറ്റിയ ആത്മാവേ, വചനം വിതച്ചു മുന്നേറാൻ വരദാനങ്ങൾ നൽകണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. ക്രിസ്തുവായി വളർത്തണമേ, എന്നെ സ്നേഹമായി മാറ്റണമേ. വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ.
വചനമായി വളർത്തണമേ, എന്നെ വെളിച്ചമായി മാറ്റണമേ. സ്നേഹാഗ്നിജ്വാലയാ പരിശുദ്ധാത്മാവേ, ജീവജലത്തിൻ അരുവികളായി എന്നിൽ ഒഴുകണമേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുവിൻ്റെ സാക്ഷികളായി വചനം വിതച്ച് മുന്നേറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവായി വളരുന്നത്. കൈയടിച്ച് നന്ദി പറയാം. ഒരിക്കൽ പറയാം, ഏറ്റു പറയാം. യേശുവിൻ്റെ സാക്ഷികളായി വചനം വിതച്ച് മുന്നേറുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവായി വളരുന്നത്. സാക്ഷിയാകാത്തവൻ പറഞ്ഞോ, സാക്ഷിയാകാത്തവൻ ക്രിസ്തുവാകില്ല. അപ്പൊ ഈശോയെ കുറിച്ച് പറയാത്തവൻ ആരാകില്ല? അവന് അവൾക്ക് എന്ത് സംഭവിക്കില്ല? രൂപാന്തരീകരണം സംഭവിക്കില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സാക്ഷികളായി തീരുന്നതിനെ കുറിച്ചാണ്. എപ്പോഴൊക്കെ നമുക്ക് സാക്ഷികളായി തീരാം എന്നതിൻ്റെ ഒരു 5 ഉദാഹരണങ്ങളാണ് അച്ഛൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇന്ന് നമുക്കറിയാം ഈസ്റ്ററിൻ്റെ ആഴ്ചയിലാണ്. എല്ലാവരും നോയമ്പൊക്കെ കഴിക്കേണ്ടതൊക്കെ കഴിച്ചോ? കൂട്ടേണ്ടതൊക്കെ കൂട്ടിയോ? കഴിക്കാൻ പാടില്ലാത്തതൊക്കെ കഴിച്ചോ? ഹല്ലേലൂയ. ഒരു തുള്ളി പോലും മദ്യം ഞങ്ങളുടെ വീട്ടിൽ ഈ ഈസ്റ്ററിന് വിളമ്പിയില്ല എന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന കുടുംബാംഗങ്ങൾ ഒന്ന് കൈ ഉയർത്താവോ? ഒത്തിരി പേരുണ്ട്. കർത്താവിന് കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ഒത്തിരി കുടുംബങ്ങളുണ്ട്. ഒക്കെ വിളിക്കാം. ഈശോയേ, ഈശോയേ. ആർക്കെങ്കിലും ഏതെങ്കിലും കാരണവശാൽ അതിന് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അവര് ഇപ്പോൾ ദയവ് ചെയ്ത് കൈ ഉയർത്തരുത്, വിഷമിക്കുകയും ചെയ്യരുത്. അടുത്ത വർഷത്തേക്ക് നിങ്ങൾ ഇനി ആ വിഷമിക്കുന്നത് നല്ലതാണ്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു മദ്യം വിളമ്പുകയും കുടിക്കുകയും ഒക്കെ ചെയ്തല്ലോ എന്നോർത്ത് വിഷമിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വിഷമിച്ചിട്ട് ഒരു കാര്യം ചെയ്യണം. കർത്താവേ, ഈ തിന്മ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, ഈ തിന്മ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് തീക്ഷ്ണതയോടുകൂടെ പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം. ഈശോയേ. അതാണ് ഉയർത്തെഴുന്നേറ്റത്. ആരാണ് ഉയർത്തെഴുന്നേറ്റത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 4-ാം അധ്യായത്തിൽ വേറൊരാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ അല്ലാതെ വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റോ? ഇല്ല. ലാസറിൻ്റെ കാര്യമല്ല, ലാസർ ഉയർത്തെഴുന്നേറ്റു. വേറെ കുറച്ച് പേരൂടെ ഉയർത്തെഴുന്നേറ്റ കാര്യം റോമ 6:4 എഴുതിയിട്ടുണ്ട്. നിങ്ങളത് അറിഞ്ഞോ? ഇല്ല. അന്ന് എടുക്ക്. റോമ 6:4. ഒരു മിനിറ്റ്, അച്ഛനും കൂടി ഒന്ന് എടുത്തോട്ടെ. റോമ 6:4 വായിച്ചോ. അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. 5 വായിച്ചോ. ഇനി അവൻ്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവൻ്റെ പുനരുദ്ധാനത്തിന് സദൃശ്യമായ ഒരു പുനരുദ്ധാനത്തിലും അവനോട്
ഐക്യപ്പെട്ടവരായിരിക്കും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ ആ പുനരുദ്ധാനത്തിൽ വേറെ ആരുകൂടെ ഉണ്ട്? നമ്മൾ കൂടെ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഉറക്കെ വിളിക്കാം, ഈശോയേ ഈശോയേ. അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേറ്റത് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതാണ് പ്രശ്നം. നമ്മൾ ഉയർത്തെഴുന്നേറ്റത് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മുടെ കല്ലറയുടെ മുമ്പിലുള്ള കല്ല് ഉരുട്ടി മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് അവിടെ തന്നെയാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ, വളരെ ശ്രദ്ധിച്ച് കേട്ടോ, നമ്മുടെ ജീവിതത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ല് ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ കല്ല്? പാപമെന്ന് പറയുന്ന കല്ലായിരുന്നു, മരണമെന്ന് പറയുന്ന കല്ലായിരുന്നു. ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും കല്ല് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈശോ തൻ്റെ കുരിശുമരണവും പുനരുദ്ധാനവും വഴി ഉരുട്ടി മാറ്റിയിരിക്കുന്നു. മഗ്ദലേന മറിയം കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ അവളുടെ ചോദ്യം അതായിരുന്നു, കല്ല് ആര് ഉരുട്ടി മാറ്റും? കല്ല് ഇതാ കർത്താവ് തന്നെ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഈശോ പുറത്തു വന്നു. കല്ല് ഉരുട്ടി മാറ്റിയത് ആർക്ക് വേണ്ടിയാണ്? ഈശോയുടെ കല്ലറയുടെ കുഴിമാടത്തിന്റെ മുമ്പിലെ കല്ല് ഉരുട്ടി മാറ്റിയത് ആർക്ക് വേണ്ടിയാണ്? അത് കർത്താവിന് പുറത്തു വരാൻ വേണ്ടിയല്ല. കർത്താവിന് പുറത്തു വരാൻ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റേണ്ട ആവശ്യമില്ല. അടച്ചിട്ട മുറിയുടെ വാതിലുകളും ജനലുകളും തുറക്കാതെ തന്നെ അകത്തു വരാൻ കഴിയുന്നവനാണ് അവിടുന്ന്. കല്ലറയുടെ മുമ്പിലെ കല്ലുരുട്ടി മാറ്റാതെ തന്നെ അവൻ്റെ ആത്മാവിന്, അവൻ്റെ ശരീരത്തിന് പുറത്തേക്ക് വരാൻ കഴിയും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു, എങ്കിൽ ഈ കല്ലുരുട്ടി മാറ്റിയത് എന്തിനാണ്? അത് നമ്മൾ ഈ കല്ലറയുടെ അകത്തു കയറി കാണാൻ വേണ്ടിയാണ്. ഒന്ന്, അവൻ അവിടെ ഇല്ലെന്ന് കാണാൻ വേണ്ടി. രണ്ട്, അതൊരു പ്രതീകമാണ്. മനുഷ്യ സമൂഹം മുഴുവൻ ഒരു കല്ലറയുടെ അകത്തായിരുന്നു അതുവരെ. ഈശോയുടെ ഉയർപ്പ് വരെ നമ്മൾ മരണമെന്ന് പറയുന്ന ബന്ധനത്തിൻ്റെ, മരണമെന്ന് പറയുന്ന ഒരു കല്ലറയുടെ അകത്തായിരുന്നു കുഞ്ഞുങ്ങളെ. അവന്റെ പുനരുദ്ധാനത്തോടുകൂടെ ഉരുട്ടി മാറ്റപ്പെട്ടത് ആ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും കല്ലാണ്. അതിന് തിരിച്ച് ഉരുട്ടി വയ്ക്കാൻ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും സാധിക്കുകയില്ല. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? കല്ലറയുടെ അകത്താണുള്ളത്. കല്ലറയുടെ പുറത്തുള്ള കല്ല് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് ആ സീനൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊരു കല്ലറയിലായിരുന്നു, മുമ്പിൽ കല്ലുരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് വേണം? അതാണ്, ആരാണ് പറഞ്ഞത്? പുറത്തു വരണം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. വീട്ടിൽ ചെന്നപ്പോ അമ്മിച്ച് പറഞ്ഞു, മോനെ മഞ്ഞുമ്മൽ ബോയ്സിന്റെ കാര്യം പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ ചോദിച്ചു, അമ്മിച്ചി മഞ്ഞുമ്മൽ ബോയ്സ് എവിടെ നിന്ന് കണ്ടു? അമ്മിച്ചി സിനിമയൊന്നും കണ്ടിട്ടില്ല. അമ്മിച്ചി കുറച്ച് നാൾ മുമ്പ് ഫ്ലവേഴ്സോ 24 അങ്ങനെ ഏതോ ഒരു ചാനൽ അമ്മിച്ചി വെച്ചപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് അതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഏകദേശം ഒരു ധാരണ, ഒരു മഞ്ഞുമ്മലിലുള്ള ഞങ്ങളുടെ സഭയിലുള്ള അച്ഛൻ ഒറീസയിൽ ചെന്നപ്പോൾ പറഞ്ഞത്, ഒരു ബോസ് അച്ഛൻ അവിടെ, മഞ്ഞുമ്മക്കാരൻ അച്ഛനാണ് അവിടെ, അച്ഛനാണ് അവിടെ ചാർജ്. അച്ഛൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. സിനിമയ്ക്ക് ആധാരമായ സംഭവം അച്ഛൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഷെയർ ചെയ്ത ആ സംഭവത്തിലുണ്ടായിരുന്ന ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി, ഈ 24 ആണോ ഫ്ലവേഴ്സ് ആണോ അച്ഛൻ ഈ ചാനലിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മിച്ച് പറയായിരുന്നു, ആ കുഴിയിൽ വീണ ചെറുക്കൻ അവൻ ഭയങ്കര തടിമാടനാണ്, രക്ഷിക്കാൻ വേണ്ടി കയറിട്ടിറങ്ങിയവൻ അത്രയൊന്നും തടിയില്ലാത്തവനാണ്.
അപ്പോൾ അങ്ങനെ ഇവൻ അപ്പോൾ അമ്മച്ചി കഥ പറയുകയാണ്, ഇവൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മോനെ കയറ് തികഞ്ഞില്ല. അപ്പോൾ വീണ്ടും പോയി കയറെടുത്തുകൊണ്ട് വന്ന് തൂക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ കയറ് ഇവൻ്റെ തടി കൂടുതലായതുകൊണ്ട് വട്ടം എത്തുന്നില്ലെന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ ആലോചിച്ചു, അപ്പോൾ ഈ കയറ് കെട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇവൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അവൻ കയറേ പിടിച്ച് നിൽക്കണം, അവൻ അത്രയും ചെയ്താൽ മതി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സാന്ദർഭികമായി അതിങ്ങനെ മനസ്സിൽ വന്നെന്നുള്ളൂ. കുഴിമാടത്തിൻ്റെ ഈ മുമ്പിലുള്ള ഈ കല്ല് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നിന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും കഴിയാതിരിക്കുന്നൊരു സമയത്ത് തൻ്റെ ജീവൻ പോലും അവഗണിച്ച് തൻ്റെ ജീവൻ കൊടുത്ത് കർത്താവ് ഈശോ മിശിഹ നിനക്ക് വേണ്ടി കുരിശെന്നൊരു പാലത്തിലൂടെ നിന്നിലേക്ക് ഇറങ്ങി വന്ന് നിന്നെ വട്ടം കെട്ടിപ്പിടിച്ച് നിന്നെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നിന്നെ അവനിങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയാണ്. നിന്റെ കയ്യിലുള്ളതൊന്നും തികയാതെ നീ ഇങ്ങനെ കിടക്കാണ്. മനുഷ്യനിട്ട് തരുന്നതൊന്നും തികയുന്നില്ല. മനുഷ്യൻ്റെ കയ്യിലുള്ള വെളിച്ചം തികയുന്നില്ല. മനുഷ്യർ പലരും ഫയർഫോഴ്സുകാർ, അച്ഛൻ ആ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണ്. സിനിമയൊന്നും കണ്ടിട്ടില്ല. ആ കഥയുമായി ബന്ധപ്പെട്ട് ആ സംഭവവുമായി ബന്ധപ്പെടുത്തി പറയുകയാണ്, ഫയർഫോഴ്സുകാരും പട്ടാളക്കാരും ഒക്കെ പല പ്രാവശ്യം വന്ന് ഇത് അന്വേഷിക്കൂ, ഇവനെ അന്വേഷിച്ച് ചെന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവൻ്റെ കൂട്ടുകാരൻ തന്നെ പറയുകയാണ്, ഞങ്ങളിവനില്ലാതെ, കൂട്ടുകാർ പറഞ്ഞു, ഞങ്ങളിവനില്ലാതെ നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അതുകൊണ്ട് ഞങ്ങളിലൊരുവൻ തന്നെ, ഞാൻ തന്നെ ഇവന് വേണ്ടി ഇറങ്ങും, കണ്ടുകിട്ടുവോളം അന്വേഷിക്കുമെന്ന് പറഞ്ഞ് സ്വയം ജീവൻ പണയപ്പെടുത്തി ഇറങ്ങുകയും അവൻ്റെ ആ ആത്മാർത്ഥതയിൽ കർത്താവ് വഴി തുറക്കുകയും ഒരു രക്ഷാകരമായ ഒരു ക്രിസ്തു സംഭവം പോലെ ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഇന്നലെ അത് പത്രത്തിൽ വായിച്ചു. കേരളത്തിൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതുവരെ ഇറങ്ങിയ ഈ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഒരു കളക്ഷൻ നേടിയ 200 കോടിയിലധികം കളക്ഷൻ കിട്ടിയ ഒരു ഫിലിമായിട്ടത് മാറിയത്. അതിലിപ്രകാരം ഒരു ഒരു സ്നേഹത്തിൻ്റെ, തീവ്രമായൊരു സ്നേഹത്തിൻ്റെ, ആത്മപരിത്യാഗത്തിൻ്റെ, ഒരു സമർപ്പണത്തിൻ്റെ കഥ. വെറുതെ ഒരു താൽക്കാലികമായ ശാരീരികമായ ഒരു പ്രണയത്തിൻ്റെ കഥയ്ക്കപ്പുറം എനിക്ക് ചില ലാഭങ്ങളുണ്ടാകണം, എനിക്ക് ചില സുഖങ്ങളുണ്ടാകണം, എനിക്ക് ചില നേട്ടങ്ങളുണ്ടാകണം എന്നൊക്കെയുള്ള സ്നേഹത്തിൻ്റെ ചില അധമവികാരങ്ങൾക്കപ്പുറം അവനെ രക്ഷിക്കണം, ജീവൻ കൊടുത്ത് രക്ഷിക്കണമെന്ന് പറയുന്ന സ്നേഹത്തിന് ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിമളമുള്ളത് കൊണ്ട് ആ പരിമളത്തിന് ഭാഷയുടെ പോലും, തമിഴ്നാട്ടിലൊക്കെ ആളുകൾ ആ ഫിലിം കണ്ടത് തമിഴ് ഭാഷയില്ല, മലയാള ഭാഷയിൽ തന്നെ ആ സ്നേഹത്തിന് ഭാഷ ഒരു പരിമിതിയല്ല. പല ഭാഷകളിൽ അവർ നമ്മുടെ ഭാഷയിൽ തന്നെ ഈ ഫിലിം കണ്ടു എന്നാണ് ഇന്നലെ പത്രത്തിൽ വായിച്ചു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, ക്രിസ്തു സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ക്രിസ്തു ത്യാഗമെടുത്തതുപോലെ നമ്മൾ ത്യാഗമെടുക്കുമ്പോൾ, ആ ത്യാഗത്തിൻ്റെ കഥയ്ക്ക് അന്നതുപോലെ ഇന്നും ഒരു മാർക്കറ്റ് ഉണ്ടെന്ന്, ഒരു വിലയുണ്ടെന്ന്. ഹല്ലേലൂയ, ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പോൾ ആ ത്യാഗത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ, അതാണ് അതിൻ്റെ പോയിന്റ്. എന്തുകൊണ്ടാണ് ഈ ഫിലിം കാണാനായിട്ട് ആളുകൾ പോയത്? ആ ത്യാഗത്തെക്കുറിച്ച് പറയുന്നത്, ആ ഒരു റിസ്കിനെ കുറിച്ച് പറയുന്നത്, മനുഷ്യന് വേണ്ടി എടുത്ത ഒരു ത്യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന് വില ഇന്നുണ്ട്. അപ്പോൾ എത്രയോ വലുതായിരിക്കും ഇന്നും നമ്മൾ ഈശോയെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒറീസയിൽ ആളുകൾ ഓടിക്കൂടിയ കാഴ്ചകൾ. ആളുകൾ കേൾക്കാൻ തയ്യാറാണ്, നമ്മൾ പറയാൻ തയ്യാറാണെങ്കിൽ, ഈശോയെക്കുറിച്ച് പറയാൻ തയ്യാറാണ്, അവിടുത്തെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണെങ്കിൽ, അവിടുത്തെ ത്യാഗത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് പറയാൻ തയ്യാറാണെങ്കിൽ ആളുകൾ കേൾക്കാൻ തയ്യാറാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ.
അപ്പോൾ പറഞ്ഞു വരുന്നത്, അച്ഛൻ പറഞ്ഞു തുടങ്ങിയത്, നമ്മുടെ കുഴിമാടത്തിന്റെ മുമ്പിലെ കല്ലുരുട്ടി മാറ്റിവെച്ചത് നമ്മൾ ആളുകളോട് പറയുമോ ഇല്ലയോ? എൻ്റെ ഈശോ ഞാൻ ചെന്ന് പതിച്ച ആ പാപത്തിന്റെ വലിയ കുഴിയിൽ നിന്ന് തൻ്റെ ജീവൻ വിലയായി കൊടുത്ത് പൊക്കിയെടുത്തതിൻ്റെ കഥ ഞാൻ പറയുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ. ചില ആളുകളുണ്ട്, അവര് വീണതറിഞ്ഞിട്ടില്ല, അവര് കുഴിയിൽ വീണതറിഞ്ഞിട്ടില്ല. കുഴിയിൽ വീണ ആളെ ഈശോ തൻ്റെ ജീവൻ കൊടുത്ത് പൊക്കിയെടുത്തതും അവർക്ക് ജീവൻ കൊടുത്തതും അറിഞ്ഞിട്ടില്ല. അവർ കുഴിയിൽ വീണപ്പോൾ തുടങ്ങി കോമയിലായിരുന്നു. അവര് ബോധക്കേടിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ബോധം ഇപ്പോഴും വന്നിട്ടില്ലാത്തവരോട് വീണ്ടും നമ്മൾ പറയണം, കുഞ്ഞേ നീ വീണ് കിടക്കുകയായിരുന്നു എന്ന്. അതുകൊണ്ട് സഭാസനച്ചൻ പറഞ്ഞില്ലേ, ഈ കുഴിമാടമെന്ന് പറയുന്നത് എന്താണെന്ന്. നമ്മൾ കുഴിയുടെ ഈശോ കുഴിക്ക് പുറത്ത് വന്നു. നമ്മൾ കുഴിയുടെ അകത്താണോ പുറത്താണോ? ഏത് കുഴിയുടെ അകത്ത്? പുറത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നോക്കാം, നമ്മൾ കുഴിയുടെ അകത്താണോ പുറത്താണോ എന്ന് നോക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ഉം 14-ഉം തിരുവചനങ്ങൾ. കാലത്ത് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഈ വചനം പെട്ടെന്ന് ഈശോ തന്നിട്ട് എഴുതി വെച്ചതാ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കുഴിയുടെ അകത്താണോ പുറത്താണോ എന്ന് പരിശോധിക്കാൻ ഒരു ചെറിയ സഹായം ഇവിടെ നിന്ന് കിട്ടും. ഒന്ന് നോക്കാം. പകലിനെ യോജിച്ചത് 12 തുടങ്ങി വായിച്ചേ. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. അപ്പോൾ പ്രകാശമുദയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഴിമാടത്തിൻ്റെ കല്ല്. കഴിഞ്ഞ ദിവസം ഡാനിയേൽ അച്ഛൻ പറയുന്നത് കുറച്ച് കേട്ടായിരുന്നു അച്ഛൻ. 1 ടൺ ഭാരമുള്ള കല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കർത്താവിൻ്റെ മാല സ്വർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവചനത്തിൽ അവതരിച്ചയാൾ അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ. കന്യകാമറിയമേ ആമോദിച്ച് ആനന്ദിച്ചാലും എന്തെന്നാൽ കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു. പ്രാർത്ഥിക്കാം. സർവേശ്വര, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അവിടുത്തെ മാതാവായ കന്യകാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. റോമ 13:12 എഴുതി വെച്ചോ. ബൈബിൾ ഉള്ളവർ തുറക്കുക. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. വലത് കരമുയർത്തി വീശിക്കൊണ്ട് പറഞ്ഞ്, രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. കുഴിമാടത്തിന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികളുടെ അവസ്ഥയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടോ? പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപത ഒരു അന്ധകാരത്തിന്റെ പ്രവൃത്തിയാണ്.
ആരൊക്കെ അലസരായി കഴിയുന്നുണ്ടോ അവരെല്ലാം കുഴിമാടത്തിലാണ്. 7 മണിക്ക് എഴുന്നേറ്റ് വരുന്നവർ, 8 മണിക്ക് എഴുന്നേറ്റ് വരുന്നവർ, 10 മണിക്ക് 11 മണിക്ക് എഴുന്നേറ്റ് വരുന്നവർ കുഴിമാടത്തിലാണ്. ഇന്നലെ ഒരു മകളെ അച്ഛൻ്റെ ഇടവകയിൽ ചെന്നപ്പോൾ ഒരു മകളെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന മകളെയും കൊണ്ടുവന്നു. അച്ഛാ, അപ്പനും അമ്മയുണ്ട്, ഇടത്തും പലതുണ്ട്, ഇവള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെയാണ്, പക്ഷെ ഈ മൊബൈലിൻ്റെ ഭയങ്കര ഒരു പിടുത്തത്തിലാണ് കൊച്ച്. പരീക്ഷ കഴിഞ്ഞതോടുകൂടെ പിന്നെ ലൈസൻസ് കിട്ടിയതുപോലെയായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഒരു ദിവസം എത്ര മിനിറ്റ് ഇത് കാണും? അച്ഛൻ ഇതിൻ്റെ ചോദ്യം കേട്ടപ്പോൾ അമ്മക്ക് സഹിക്കാൻ പറ്റിയില്ല. അമ്മ പെട്ടെന്നൊരൊറ്റ പൊട്ടിച്ചിരി. എന്തായിരിക്കും കാരണം? ഈ മിനിറ്റ് എന്ന് കേട്ടപ്പോഴേ ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, അച്ഛാ മിനിറ്റാ, മിനിറ്റിലൊന്നും ഈ കഥ പറയാൻ പറ്റില്ല. എത്ര മണിക്കൂറുകൾ, 24 മണിക്കൂറുണ്ടെങ്കിൽ ഉറങ്ങുന്ന കുറച്ച് സമയം ഒഴിച്ച്, അപ്പോൾ ഭക്ഷണം ഇങ്ങനെ പിടിച്ചിട്ടല്ലേ കഴിക്കുന്നത്. കുളിക്കാൻ പോകുമ്പോൾ പോലും ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ അതുപോലെ അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്നൊരു കുട്ടി, പ്രിയപ്പെട്ടവരെ, ഇത്രയും അല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിൽ വെച്ചോ, നമ്മൾ എവിടെയാണ്? ഒരു കുഴിമാടത്തിലാണ്. ഹല്ലേലൂയ. സുഖലോലുപത അതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യലഹരി കുഴിമാടമാണ്, ഒരു സംശയവുമില്ല. അതേതിൻ്റെയൊക്കെ പേരിൽ പറഞ്ഞു കുടിച്ചാലും, അത് പെരുന്നാളാണെന്ന് പറഞ്ഞു കുടിച്ചാലും, ഉത്സവമാണെന്ന് പറഞ്ഞു കുടിച്ചാലും, കുഞ്ഞേ നീ കുഴിമാടത്തിലാണ്. അതിലൊരു സംശയം. കൂട്ടുകാർ നിർബന്ധിച്ചിട്ട് കുടിച്ചതാണെങ്കിലും, കുടിച്ചത് ബിയറാണെങ്കിലും, എന്താണെങ്കിലും നീ മദ്യാസക്തിയിലാണ്, മദ്യലഹരിയിലാണെങ്കിൽ നീ കുഴിമാടത്തിലാണ്. ചില ആളുകൾ അങ്ങനെയാണ് പറഞ്ഞൊഴിയുന്നത്. ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതാണ്. ഓഹോ, വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ കുടിക്കാല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മദ്യലഹരി അവിഹിത വീഴ്ചകളിലാണെങ്കിലും അറിയേണ്ട ആവശ്യമില്ലല്ലോ. നീ ഒരു തെറ്റായ ബന്ധത്തിലാണെങ്കിൽ, നീ ആവശ്യമില്ലാത്ത ചാറ്റിങ്ങുകളിലാണെങ്കിൽ, നീ ഒരു കുഴിമാടത്തിലാണ്. നീ കുഴിമാടത്തിലാണ്. വിഷയാസക്തിയിലാണെങ്കിൽ നിന്റെ കണ്ണിന്റെ ദുരാഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ജഡത്തിന്റെ ദുർമോഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. വിഷയാസക്തിയിലാണെങ്കിൽ, നീ കലഹത്തിലാണെങ്കിൽ, ഒന്ന് പറഞ്ഞ രണ്ടിന് വഴക്കാണ്, ദേഷ്യമാണ്, കോപമാണ്. നീ എവിടെയാണ്? നീ കുഴിമാടത്തിലാണ്. നീ പറയുന്ന വാക്കുകൾ ദുർഭാഷണങ്ങളാണെങ്കിൽ നീ കുഴിമാടത്തിലാണ്. നീ ചൊറിയുന്ന വർത്താനം, അങ്ങനെയാണല്ലോ ഇപ്പൊ പറയുന്നത്, ചൊറിയുന്ന വർത്താനം പറയും അല്ലേ? വെറുതെ ഇരിക്കുമ്പോ ഒരു ചൊറി. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും, അപ്പൊ പറയുന്നവര് കുഴിമാടത്തിലാണ്. ആരെങ്കിലും എന്തെങ്കിലും അങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ നീ എവിടെയാണ്? അപ്പൊ രണ്ടുപേരും എവിടെയാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? അയ്യോ, നമ്മൾ പുറത്താണെങ്കിൽ പിന്നെ നമുക്ക് ചൊറിച്ചിൽ വരണോ? വേണ്ട. അപ്പോ കലഹത്തിലാണെങ്കിൽ, അടുത്തത് അങ്ങനെ ഒരു 6 ഇവിടെ പറഞ്ഞിട്ട്, അസൂയയിലാണെങ്കിൽ നമ്മൾ എവിടെയാണ്? പരീക്ഷ എഴുതിയിരിക്കുന്ന ചില മക്കളുടെ വിഷമം എന്താണെന്ന് അറിയാവോ? അവൾക്ക് എന്നേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടും അച്ഛാ, അങ്ങനെ കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്ക് അവളെക്കാൾ കൂടുതൽ മാർക്ക് വേണം, ഇനി കിട്ടിയില്ലേലും ഒരു കാരണവശാലും അവൾക്ക് എന്നേക്കാൾ കൂടുതൽ കിട്ടരുത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയവിശാലത നമുക്ക് എന്നുണ്ടാകും?
യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു 6 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ, നമ്മൾ സ്വാർത്ഥമോഹികളാണെങ്കിൽ നമ്മൾ എവിടെയാണ്? നമ്മൾ അഹങ്കാരികളാണെങ്കിൽ നമ്മൾ എവിടെയാണ്? കുഴിമാടത്തിലാണ്. അപ്പോൾ നമ്മുടെ അലസത, നമ്മുടെ സുഖലോലുപത, നമ്മുടെ കലഹങ്ങൾ, ഇതെല്ലാം കൂടെ നമ്മൾ കുഴിമാടത്തിലാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ്? നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുകയാണ്. നമ്മൾ അകത്താണോ പുറത്താണോ? ഉറപ്പാണോ? ചകഞ്ഞ് ചെല്ലുമ്പോൾ അറിയാം നമ്മൾ എവിടെയാണെന്ന്, അല്ലേ? അപ്പൊ പക്ഷേ നമുക്കുള്ള സദ്വാർത്ത എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഈ കുഴിമാടത്തിന്റെ മുമ്പിലെ കല്ല് ഈശോ ഉരുട്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതാണ് സദ്വാർത്ത. നമ്മൾ കുഴിമാടത്തിലാണെങ്കിൽ നമുക്കുള്ള സദ്വാർത്ത ഈ കല്ലുരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നാൽ മതി. എങ്ങനെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ കഴിയും? എന്നെ പുറത്തേക്ക് ക്ഷണിച്ച് എന്നെ പുറത്തേക്ക് നയിക്കാൻ വേണ്ടി പുറത്തു നിന്നുകൊണ്ട് ഈശോ അകത്തേക്ക് ഒരു കൈ നീട്ടി തന്നിട്ടുണ്ട്. ആ കയ്യിൽ പിടിച്ചാൽ അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഞാനും ഉയർത്തെഴുന്നേൽക്കും. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതിനെയാണ് കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ ഈശോയുടെ ഈ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന തിരുവചനങ്ങളാണ്. മനോഹരമായ തിരുവചനങ്ങളാണ്. ശ്രദ്ധിച്ച് ധ്യാനിച്ച് വീണ്ടും വീണ്ടും വായിക്കേണ്ട വചനങ്ങളാണ്. കൊളോസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 3 വരെ. അച്ഛൻ വായിക്കാം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ. ആരാപ്പോ ഉയർപ്പിക്കപ്പെട്ടത്? ക്രിസ്തുവിനോടൊപ്പം നമ്മൾ, വിശ്വാസികളായ നമ്മൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഉറക്കെ വിളിക്കാം, ഈശോയേ. അപ്പോൾ ഈശോ ഉയർപ്പിക്കപ്പെട്ടതിനോടൊപ്പം നമ്മൾ ഉയർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇനി അന്വേഷിക്കേണ്ടത് എന്താണ്? അന്വേഷിക്കേണ്ടത്? എല്ലാവരും ഒന്ന് പറഞ്ഞ്, എന്താണ് അന്വേഷിക്കേണ്ടത്? ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഇപ്പോൾ നമ്മൾ എന്താണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്, ഏറ്റവും ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് യോഗം എന്ന് പറയുമ്പോഴേ ഏറ്റവും ആദ്യത്തെ നിയോഗം എന്താണ്? കിട്ടിയോ? ക്ലൂ കിട്ടിയോ? രണ്ടാമത്തെ നിയോഗം എന്താണ്? ക്ലൂ കിട്ടി. മൂന്നാമത്തെ നിയോഗം എന്താണ്? ഈശോ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അതിലേറ്റവും ആദ്യത്തെ നിയോഗം എന്തായിരുന്നു? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒന്നാമത്തെ നിയോഗം അങ്ങയുടെ നാമം പൂജിതമാകണം. അതാണ് ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. കൊളോസസ് 3:2 ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറഞ്ഞേ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് പറയാം, നമ്മൾ എവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശോ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ശരിയാണ്, വെരി ഗുഡ്. നമ്മൾ ഭൂമിയിലുള്ളവയിലാണ് ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഉന്നതത്തിലുള്ളത് ശ്രദ്ധിക്കുക, അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഉപവസിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഒരുപക്ഷെ
ഒന്ന് തുടങ്ങി. സന്താന സൗഭാഗ്യമാകാം, ജോലിയാകാം, വിവാഹമാകാം. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പിള്ളേർ, 12ാം ക്ലാസ്സിലെ മക്കൾ ഒക്കെ ഇങ്ങനെ മുട്ടയിൽ വലിയുന്ന ദിവസങ്ങളാണ്. അവരുടെ ഒന്നാമത്തെ നിയോഗം എന്താണെന്ന് അച്ഛൻ പറയണ്ടല്ലോ, ആണോ? ഉന്നതത്തിലുള്ളതാണോ ഒന്നാമത്തെ നിയോഗം? ഇവിടെ ഇരിക്കുന്ന മക്കള്, അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുന്ന 10, 11, 12 മൂന്നും ബോർഡ് എക്സാം ആണല്ലോ, അത് എഴുതി പരീക്ഷയ്ക്ക് റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള് ആരെങ്കിലും, കുറച്ച് വിശ്വാസോത്സവമൊക്കെ നടക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഈ ആഴ്ച വരാൻ പറ്റിയിട്ടില്ല അല്ലേ? ആരെങ്കിലും ഇനി വഴിതെറ്റി വന്നിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. അടുത്ത ആഴ്ച വന്നോളും. ഇന്ന് വിശ്വാസോത്സവം നടക്കുകയാണ്, ഇന്ന് അവസാന ദിവസമാണ് അല്ലേ? അപ്പോൾ അത് അടുത്ത ആഴ്ച തുടങ്ങി ഉണ്ടാവും. അപ്പോൾ ആ മക്കള് ചെയ്യേണ്ട ഒരു കാര്യം, മുട്ടയിൽ വലിയുമ്പോൾ ഇവിടെ ഉള്ളവർ, നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒന്നാമതായിട്ട് മുട്ടയിൽ വലിയുമ്പോൾ ഒരു നിയോഗം ഉണ്ടാവട്ടെ, ഉന്നതത്തിലുള്ളവയെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പരിഹാര പ്രവൃത്തി ചെയ്യും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാൻ. ഈസ്റ്റർ നൽകുന്ന, പ്രിയപ്പെട്ടവരെ, ഈ ഉയർപ്പ് തിരുനാൾ നൽകുന്ന ഒരു ഓറിയന്റേഷൻ, നമുക്ക് ഒരു ദിശാബോധം, ഒരു ദിശാദർശനം. ഈ ഉയർപ്പ് തിരുനാൾ ഒരു ദിശാബോധം തരുന്നുണ്ട്. എന്താണ് ആ ദിശാബോധം? അതാണ് കൊളോസസ് 3:2, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ, എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു. അതാണ് അടുത്ത പോയിന്റ്. നമ്മൾ ആരായിരിക്കുന്നു? എന്തിനോട് മൃതരായിരിക്കുന്നു? പാപത്തോട് മൃതരായിരിക്കുന്നു. ഈ ലോകത്തിലുള്ള ചില അഡിക്ഷനോട്, ചില അറ്റാച്ച്മെന്റുകളോട്, അച്ഛൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മുടെ ഈ ശരീരത്തോട് നമ്മൾ മൃതരായിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. വലിയൊരു തിയോളജിയാണ്. നമ്മുടെ ജീവൻ ഇപ്പൊ എവിടെയാണുള്ളത്? ക്രിസ്തുവിനോടൊപ്പം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞ ഉദാഹരണം, നമ്മളിപ്പോ പ്ലെയിനിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ ജീവൻ ഭൂമിയിലല്ല. അപ്പൊ ഈശോ പൊന്തിയതിനൊപ്പം നമ്മളും ഈ സ്വർഗത്തിലൂടെ യാത്ര ചെയ്യുകയാണെന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അവർക്ക് വിളിക്കാം, ഈശോയേ. നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനോടൊപ്പം. നമ്മുടെ ആത്മാവിനി നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവിനി ആരുടെ ശരീരമാണ് ഉള്ളത്? ക്രിസ്തുവിന്റെ ശരീരമാണ്, ഈശോയുടെ ശരീരമാണുള്ളത്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഉയർത്തെഴുന്നേറ്റ ആത്മാവിന്, കുഴിമാടത്തിൽ നിന്ന് പുറത്തു വന്ന ആത്മാവിന് ഇനിയുള്ളത് ഈ ഭൗതിക ശരീരമല്ല, അവനുള്ളത് ക്രിസ്തുവിന്റെ ഉദ്ധിതനായ ഈശോയുടെ ശരീരമാണ് ഉള്ളതെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പുനരുദ്ധാനത്തിലൂടെ ഈശോയിൽ വിശ്വസിക്കുന്ന നമുക്കുള്ള ശരീരം ഏത് ശരീരമാണ്? ഉദ്ധിതന്റെ ശരീരമാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. അപ്പൊ നിങ്ങളുടെ കൈയും കാലും ഒക്കെ ഒന്ന് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അത് നിങ്ങളുടെ ശരീരമാണോ? ഉദ്ധിതന്റെ ശരീരമാണോ? ഉദ്ധിതന്റെ ശരീരമാണ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരം പതുക്കെ പതുക്കെ ഉദ്ധിതന്റെ, നമ്മൾ കുഴിമാടത്തിൽ നിന്ന് പുറത്തു വരുന്നതനുസരിച്ച് പതുക്കെ പതുക്കെ നമ്മുടെ ശരീരം ഉദ്ധിതന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പ്രത്യാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സ്നേഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ സ്തുതിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പതുക്കെ പതുക്കെ കുഴിമാടത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് 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 നമ്മുടെ ശരീരം പതുക്കെ പതുക്കെ തുടർച്ചയായി ഈ ഉദ്ധിതനായ ഈശോയുടെ ശരീരമായി രൂപാന്തരപ്പെടുകയും അവിടുത്തെ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ വളരുകയും
അപ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായ ഒരു പഠനത്തിലൂടെ, ഒരു ദൈവശാസ്ത്രത്തിലൂടെ, ഒരു ആത്മീയ ശാസ്ത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം നമ്മൾ രൂപാന്തരപ്പെട്ടു എന്നതിനനുപാതികമായി അത്രമാത്രം നമ്മൾ മഹത്വപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇതുപോലെയല്ല എന്ന് മാത്രം. നമ്മൾ എത്രമാത്രം കുഴിമാടത്തിൽ നിന്ന് പുറത്തു വരുന്നു, എത്രമാത്രം ഈശോയുമായി അനുരൂപപ്പെടുന്നു, നമ്മുടെ ശരീരം എത്രമാത്രം ഉദ്ധിതനായ ഈശോയുടെ ശരീരം പോലെ. ഉദ്ധിതനായ ഈശോയുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ പിന്നെ പറയാം. ഉദ്ധിതനായ ഈശോയുടെ ശരീരം പോലെ എത്രമാത്രം നമ്മുടെ കയ്യും നമ്മുടെ കാലും നമ്മുടെ നാവും നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും എത്രമാത്രം ഉദ്ധിതൻ്റേതുപോലെ ആയിത്തീരുന്നുവോ അത്രമാത്രം നമ്മുടെ ശരീരം മഹത്വമുള്ള ശരീരമായി മാറും. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതോടൊപ്പം ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഉദ്ധിതനായ ഈശോ തൻ്റെ കൈയും കാലും തോമാസ് ലീഹായിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ മുറിവ്, നീ കൈയിട്ടോ. ആ മുറിവ് അവിടെ തന്നെ ഉണ്ട്. നമ്മുടെ ശരീരം ഉദ്ധിതനായ ശരീരമായി മാറുമ്പോൾ പോലും ചില മുറിവുകൾ അവിടെ ബാക്കിയുണ്ടാകുന്നു, ചില വേദനകൾ അവിടെ ബാക്കിയുണ്ട്. അത് സ്നേഹത്തിൻ്റെ മുറിവുകളാണ്, അത് ദൈവം അനുവദിച്ച മുറിവുകളാണ്, അത് ദൈവം നിനക്ക് തന്ന മുറിവുകളാണ്. ദൈവം തന്ന മുറിവുകൾ വീണ്ടും ബാക്കി വെക്കുമ്പോൾ തന്നെ നിനക്കുള്ളത് ഉദ്ധിതനായ ഈശോയുടെ ശരീരമാണെന്ന് കുഞ്ഞെ നീ ഉറപ്പിച്ചോ. നമ്മൾ വിചാരിക്കരുത്, ഞാൻ ഇതാ ഉദ്ധിതനെ പോലെ ആയിരിക്കുന്നു, എനിക്ക് വീണ്ടും രോഗം വരുമോ. ഉത്തരം, ഉദ്ധിതന്റെ ശരീരത്തിലും മുറിവുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. എനിക്ക് വീണ്ടും വേദന ഉണ്ടാകുമോ? അവന് വേദനയുണ്ടായി എന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റവൻ എമ്മാവൂസിലേക്ക് പോയവരുടെ കൂടെ നടക്കുകയും അവരെ ശാസിക്കുകയും ചെയ്തു. അവർ പറയുന്നത് കേട്ടു, അവരോട് തിരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഭോഷന്മാരെ, ദൈവവചനം ഗ്രഹിക്കുന്നതിൽ ഗ്രഹണശേഷിയില്ലാത്ത മന്ദബുദ്ധികളെ എന്ന് അവിടുന്ന് അവരെ വിളിച്ചു. ഉദ്ധിതനായവന്റെ ശരീരമാണ്. കൂടെ നടന്നു, പഠിപ്പിച്ചു, മുറിച്ചു, അപ്പം മുറിച്ചു, ആശീർവദിച്ചു, അവർക്ക് കൊടുത്തു, കണ്ണു തുറന്നു കൊടുത്തു. ഉദ്ധിതനായവന്റെ ശരീരം ആണത് ചെയ്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊരിന്ത്യസ്സുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. 1 കൊരിന്ത്യസ് 6:14. ഒരു മിനിറ്റ് എല്ലാം എടുക്കാൻ പറ്റുന്നവരൊക്കെ എടുത്തോ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വചനങ്ങളും ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ, കണക്ഷൻ വിട്ടുപോകരുത്. 1 കൊരിന്ത്യസ് 6:14. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. കൈയടിച്ച് നന്ദി പറയാം. ബൈബിൾ ഉള്ളവരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചു. നമ്മളെല്ലാ വർഷവും ഈശോയുടെ ഉയർപ്പാഘോഷിച്ചു. പാലൂർക്ക് ഒപ്പം വ്യാഴാഴ്ച ഉണ്ടായിരുന്നത് ബാക്കി ഉണ്ടായിരുന്നത് ശനിയാഴ്ച ഞായറാഴ്ച എടുത്ത് കഴിച്ചു. ഇല്ലേ? അച്ഛൻ കഴിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നത് പാലൂർക്ക് ഒപ്പമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതെല്ലാ കൊല്ലവും കഴിക്കും. നീ ഉയർത്തെഴുന്നേൽക്കുമോ? ഇത് മരിച്ചതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മയും അവിടുന്ന് ഉയർപ്പിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം പ്രശസ്തമായുള്ളൊരു വചനമാണ് 8:11. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. റോമ 8:11 ഒരിക്കൽ കൂടെ അച്ഛൻ വായിക്കാം, ഏറ്റുചൊല്ലാം. യേശുവിനെ
മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തെ വിളിക്കുന്ന പേരെന്തെന്നാണ്? മർത്യ ശരീരം എന്നാണ്. ഈ കൈക്ക് വിളിക്കുന്നത് മാംസമാണ്. പക്ഷേ ഈ മർത്യ ശരീരത്തിന് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് ഈ മർത്യ ശരീരത്തിൽ സ്വർഗീയമായ ജീവൻ, ആ ജീവനെ വിളിക്കുന്ന പേരാണ് ഉദ്ധിതന്റെ ശരീരമെന്ന്. ഐ റിപ്പീറ്റ്, ഇത് മർത്യ ശരീരമാണ്. ഈ മർത്യ ശരീരത്തിൽ കർത്താവിന്റെ ആത്മാവ് വന്ന് വസിക്കുമ്പോൾ ഈ മർത്യ ശരീരം ഉദ്ധിതന്റെ ശരീരം പോലെ ആയിത്തീരും എന്നാണ് റോമ 8:11 പഠനം. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ ഉയർപ്പിനെ കുറിച്ചുള്ള ചില ചിന്തകളാണ്. ഈ ചിന്തകളുടെ ഒരു തുടർച്ചയാണ് ഇനി ഇപ്രകാരമായി തീർന്ന ഉദ്ധിതനെ പോലെ ആയിത്തീരുന്നവർ, ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുന്നവർ കൂടുതൽ ഉയർത്തെഴുന്നേറ്റവരാകാൻ. യെസ്, ദാറ്റ് ഈസ് ദ പോയിന്റ്. നമ്മളെല്ലാവരും ആരാണ്? ഉയർത്തെഴുന്നേറ്റവരാണ്. ഉയർത്തെഴുന്നേറ്റ നമ്മൾ കൂടുതൽ ഉയർത്തെഴുന്നേറ്റവരാകാൻ ചെയ്യേണ്ട കാര്യമാണ് സാക്ഷികളായി തീരുക എന്നത്. ഉറക്കെ വിളിക്കാം, ഈശോയേ, ഈശോയേ. സാക്ഷികളായി തീർന്നതിന്റെ ഉദാഹരണങ്ങളുടെ വചനങ്ങളാണ് ഈ ദിവസങ്ങളിലുള്ള അനുദിനം ദിവ്യബലികൾക്ക് പങ്കെടുക്കുന്നവർക്കറിയാം. സാക്ഷികളായി തീരുന്നവരുടെ ഉദാഹരണങ്ങളാണ് മുഴുവൻ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് മാത്രം. കരഞ്ഞുകൊണ്ടിരിക്കുന്നവൾക്ക് സാക്ഷിയായി തീരാൻ കഴിയുമോ? മഗ്ദലേന മറിയത്തിൽ നിന്ന് തുടങ്ങാം. അവൾ വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ കരച്ചിലിൽ ഇടപെട്ട ഒരാൾ, അവൻ ഉദ്ധിതനാണ്. നമ്മളൊക്കെ ആരാണ്? കരയുന്നവരാണ്. ഈശോ മഗ്ദലേന മറിയത്തോട് ചോദിച്ചു, യോഹന്നാന്റെ സുവിശേഷം 20:11, അവളുടെ കണ്ണുനീരിൽ ഇടപെട്ടവനെ കുറിച്ച്. നമ്മുടെ കണ്ണുനീരിൽ ഇടപെട്ട ഒരു ഉദ്ധിതനായ ഈശോയുണ്ട്. അവളുടെ കണ്ണുനീരിൽ ഒരുവൻ ഇടപെട്ടിട്ട് ചോദിച്ചു, പെണ്ണേ, നീ എന്തിനാടി കരയുന്നത്? അവള് പറഞ്ഞു, അവളുടെ കണ്ണുനീരിന്റെ കാരണം പറഞ്ഞു. കണ്ണുനീരിന്റെ കാരണം പറഞ്ഞപ്പോ ആ പെണ്ണിന് അവളുടെ കണ്ണുനീരിന് പരിഹാരമുണ്ടാക്കി കൊടുത്തു ഉയർത്തെഴുന്നേറ്റവൻ. ആ പരിഹാരം കിട്ടിയതിന് ശേഷം ആ പെണ്ണെന്ത് ചെയ്തു? കണ്ണുനീരിന് പരിഹാരം കിട്ടിയതിന് ശേഷം ഈ പെണ്ണ് ചെയ്ത കാര്യം എന്താണെന്നറിയാവോ? എന്റെ കണ്ണുനീരിനൊക്കെ ഒരു ശമനമായി, ഇനി ഞാനൊന്ന് ഇരിക്കട്ടെ. ഞാൻ കുറെ ഓടിയിട്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടിയത്. ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്നല്ല അവൾ പറഞ്ഞതെന്ന്. അവളുടെ കണ്ണുനീരിന് ഉത്തരം കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിരങ്ങൾ അപ്പുറത്തുണ്ടെന്ന് അവൾക്കറിയാം. കണ്ണീരിന് ശമനമില്ലാത്ത 10,000 അപ്പുറത്തുണ്ടെന്ന് അവൾക്കറിയാം. കണ്ണീരിന് ശമനം കിട്ടാതെ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കലേക്ക് അവൾ ഓടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണീരിനുള്ള ഉത്തരം അതാ അവിടെയുണ്ട്. ഗലീലയിലേക്ക് പോയാൽ മതി, അവിടെ അവൻ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരിന് പ്രതിഫലം തരുമെന്ന് പറഞ്ഞ് അവൾ സാക്ഷിയായി മാറി. ഈശോയേ, ഈശോയേ. അച്ഛനെ ഇവിടെയും ഓൺലൈനിലുമായി കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങളുടെ കണ്ണുനീരിന്, എത്രയോ കണ്ണുനീരിന്
ഇന്നും ഒരു കണ്ണുനീരുണ്ട്, അവിടെ നിൽക്കട്ടെ. ഇന്നലെ വരെയുള്ള എത്രയോ കണ്ണുനീരുകൾക്ക് കർത്താവ് അതിന് പരിഹാരമുണ്ടാക്കി തന്നിട്ടുണ്ട്. കണ്ണുനീരിന് ഇന്നലകളിൽ കിട്ടിയ പരിഹാരത്തെ ഓർത്ത്, കണ്ണുനീരിന് പരിഹാരമുണ്ടാക്കി തന്നവനെ ഓർത്ത് അവനെ കുറിച്ച് പറയാൻ കരഞ്ഞുകൊണ്ടിരുന്നവരിലേക്ക് നിന്റെ കാലുകൾ ഓടിയോ? എന്റെ കണ്ണീരിന് ഇന്നലെ വരെ പരിഹാരമുണ്ടാക്കി തന്നത് ഈശോയാണെന്ന് പറഞ്ഞ് നീ ചുറ്റി നടന്നു. ഇന്നലെ വരെ നടന്നത്, അവൻ കണ്ണീരൊപ്പിയത്, അവൻ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചത് നീ മറന്നില്ലേ? ഇന്നൊരു പുതിയ കണ്ണീര് വന്നപ്പോ ഇന്നലെ വരെ കിട്ടിയതൊക്കെ നീ മറക്കാൻ എന്താണ് കാരണം? അപ്പോൾ കണ്ണുനീരിൽ ഈശോ എങ്ങനെയാണ് ഇടപെട്ടതെന്ന് നീ സാക്ഷ്യം പറയണം. അതാണ് ഒന്ന്. രണ്ട്, നിനക്ക് ചില അവിശ്വസ്തതകൾ ഉണ്ടായി, നിനക്ക് ചില അജ്ഞതകളുണ്ടായി. ഉദാഹരണം, എഫേസസിലേക്ക് പോയ ശിഷ്യന്മാർ 2 പേർ. എഫേസസിൽ ഇപ്പൊ എന്താ ഉള്ളത്? എഫേസസിൽ എമ്മാവൂസിലേക്ക് ഇവരെന്ത് കാണാനാണ്, ആരെ കാണാനാണ് പോയത്? ഒരു വ്യാഖ്യാനം ഇങ്ങനെയാണ്, അവരുടെ വീട് എവിടെയായിരുന്നു? വീട്ടിൽ പോയത്. അവരാരെ കാണാനൊന്നും പോയതല്ല, അവർ വീട്ടിലേക്ക് പോയത്. അപ്പൊ ജെറൂസലേമിൽ എന്താ ഉള്ളത്? അത് കർത്താവിന്റെ ഭവനമാണ്. കർത്താവിന്റെ ഭവനം, ഈശോ മിശിഹായുടെ കുരിശു മരണവും പീഡാസഹനവും പുനരുദ്ധാനവും നടന്ന ഇടമാണ് ജെറൂസലേം. അത് ദൈവത്തിന്റെ നഗരമാണ്. ആ ദൈവത്തിന്റെ ഭവനം വിട്ടിട്ട് സ്വന്തം വീട്ടിലേക്ക്, സ്വർഗീയ ഭവനം വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഒരജ്ഞതയുണ്ട്. ഈ ദൈവത്തിന്റെ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഭാഗ്യം കൊണ്ട് ജീവൻ രക്ഷപ്പെട്ട് ഓടുകയാണ്. ഭാഗ്യം കൊണ്ട്. അജ്ഞതയാണ് ഒരു തലത്തിൽ, അജ്ഞതയാണ് മറ്റൊരു തലത്തിൽ അവിശ്വസ്തതയാണ്. അങ്ങനെ അവിശ്വസ്തതയിലും അജ്ഞതയിലും ദൈവഭവനം വിട്ട്, ഈശോയുടെ വീട് വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നവർ, സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഇപ്പൊ ഇത്ര വലിയ തെറ്റാണോ? അതെ, കർത്താവിന്റെ വീട് വിട്ടാണ് നീ നിന്റെ വീട്ടിലേക്ക് പോകുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. സ്വർഗീയത വിട്ട് നീ ഭൗതികതയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ദൈവിക നിലപാടുകൾ ഉപേക്ഷിച്ച് ഭൗമിക നിലപാടുകളെയാണ് നീ സ്വീകരിക്കുന്നതെങ്കിൽ കുഞ്ഞെ, അത് തെറ്റാണ്. അങ്ങനെ വിട്ടുപോകുന്നവരുടെ അടുക്കലേക്ക് നമ്മൾ അങ്ങനെയാണല്ലോ. എത്രയോ വട്ടമാണ് നമ്മൾ അവിശ്വസ്തതയിൽ ദൈവത്തിന്റെ നിലപാട് വിട്ട്, ദൈവത്തിന്റെ തീരുമാനങ്ങൾ വിട്ട്, കർത്താവ് പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? അല്ലേ? മിശിഹാ ക്ഷമിച്ചില്ലേ, അതുപോലെയൊക്കെ ക്ഷമിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഹല്ലേലൂയ. നമ്മൾ ദൈവീക നിലപാട്. അപ്പച്ചൻ ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ട് അപ്പച്ചൻ ഇങ്ങനെ പ്രാർത്ഥിക്കാണ്, കർത്താവേ ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്താണ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ? മരുന്ന് കൊടുക്കുന്നു, അപ്പച്ചൻ കുളിപ്പിക്കുന്നു, അപ്പച്ചന് ഇഷ്ടമാവാത്ത പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇവരോട് ക്ഷമിക്കണമേ, ഞാൻ പറയുന്ന ഒന്നും ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, പൊതുവായിട്ടുള്ള പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അപ്പച്ചനൊരു സ്തുതി കൊടുത്തു. എന്നിട്ട് അപ്പച്ചനൊരു ഉമ്മ കൊടുത്തു. അപ്പച്ചൻ തിരിച്ച് ഉമ്മ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കവള് ഇത്തിരി പിൻവലിച്ചു. അപ്പം അപ്പച്ചൻ പറഞ്ഞു മുട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. ഉമ്മ എന്ന് പറഞ്ഞോളൂ, മുട്ടിയില്ല എന്ന്. അപ്പോൾ അങ്ങനെ ശരിക്കും മുട്ടിച്ചോ എന്ന് പറഞ്ഞ് ഒന്നും കൂടെ വെച്ചു കൊടുത്തു. ഇപ്പൊ മുട്ടിന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. അപ്പോൾ
എമ്മാവൂസിലേക്ക് പ്രിയപ്പെട്ടവരെ, ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് 28 കിലോമീറ്റർ ഉണ്ട്. ഈ 28 കിലോമീറ്ററിൽ എത്ര കിലോമീറ്റർ ഈശോ അവരുടെ കൂടെ സഞ്ചരിച്ചു എന്ന് നമുക്കറിയില്ല. ഇത്രയുണ്ട് ദൂരം. എന്തായാലും കാലത്ത് വെച്ച് പിടിപ്പിച്ചതായിരിക്കും. വെളുപ്പിന് ചൂട് വരുന്നതിന് മുമ്പേ, ഏപ്രിൽ മാസമല്ലേ, അവിടെയും ചൂടാണ്. അപ്പോൾ നേരം പരപരാ വെളുക്കണമെങ്കിൽ ബാക്കിയുള്ളവർ കാണാതെ പോകുന്നതായിരിക്കും. ഒരു 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്നതായിരിക്കും. എന്നാലാണ് രാത്രി ആവണേലും 28 കിലോമീറ്റർ നടന്നെത്തണ്ടേ. ഈ ദൂരം മുഴുവൻ ഇവർ വാദിച്ചും തർക്കിച്ചും നടക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ കൂടെ വെയിലുകൊണ്ട് ഉദ്ധിതനായ ഈശോ ഇങ്ങനെ അറ്റം വരെ സഞ്ചരിച്ചു. അവരുടെ ഹൃദയം ജ്വലിച്ചു. അവര് പിന്നെ മടങ്ങിപ്പോയി. അവര് പറഞ്ഞ സാക്ഷ്യമാണ്. അവരാണ് പറഞ്ഞത്, ഞങ്ങൾ എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു, ഞങ്ങൾ ഈ കൂട്ടുവിട്ടു പോവുക. അവര് പറഞ്ഞാലല്ലേ ബാക്കിയുള്ളവർ അറിയുള്ളൂ. അവര് പറഞ്ഞ സാക്ഷ്യം എന്താണ്? ഞങ്ങളുടെ അവിശ്വസ്തതയിൽ, ഞങ്ങളുടെ അജ്ഞതയിൽ, ഞങ്ങളുടെ കൂടെ ഉദ്ധിതൻ നടന്ന് വന്ന് ഞങ്ങളെ ഭോഷന്മാരെ എന്ന് വിളിച്ചു, ഗ്രഹിക്കാൻ ശക്തിയില്ലാത്തവരെ എന്ന് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് ഞങ്ങളെ ശാസിച്ചു, പറഞ്ഞു തന്നു, പഠിപ്പിച്ചു, അപ്പം മുറിച്ചു തന്നു, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തന്നു, ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിച്ചു തന്നു. ഞങ്ങൾ അവിശ്വസ്തതയിലും അജ്ഞതയിലുമായിരുന്നു. ആ രണ്ടുപേര് പറഞ്ഞ സാക്ഷ്യമാണ് ലൂക്ക എഴുതി വച്ചിരിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ, നിന്റെ അവിശ്വസ്തതയിൽ, നിന്റെ അജ്ഞതയിൽ കർത്താവ് കൂടെ നടന്നതിന്റെ എന്തെങ്കിലും കഥയുണ്ടോ? വഴിപിഴച്ചു പോയ സമയത്ത്, അല്ലെങ്കിൽ വഴി തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ നിന്റെ കൂടെ അവൻ നടന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അത് നീ പറയുമോ? നീ പാപത്തിലായി വീണ് കിടന്നതിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്തതിന്റെ കഥ നീ പറയുമോ? ഉദ്ധിതനെ കുറിച്ചുള്ള സാക്ഷ്യമാണ്. അജ്ഞതയിൽ നിന്ന് എനിക്ക് അവിടെ തെരഞ്ഞുകൂടായിരുന്നു, എന്തിനാണ് അവിടുന്ന് സഹിച്ചതെന്നും, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് സഹിച്ചതെന്നും, ഞാൻ പാപത്തിലായിരുന്നെന്നും, ഞാൻ അന്ധകാരത്തിലായിരുന്നെന്നും എനിക്കറിഞ്ഞുകൂടായിരുന്നു. അവൻ എനിക്ക് വെളിച്ചം തന്നു, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അവർക്ക് വിളിക്കാം, ഈശോയേ. പരാജയത്തിൽ, ഇത് അവിശ്വസ്തതയുടെ, അജ്ഞതയുടെയും കണ്ണുനീരിന്റെയും കഥകളാണ് രണ്ടെണ്ണം പറഞ്ഞതെങ്കിൽ, പരാജയത്തിൽ ഇടപെട്ടതിന്റെ ഒരു കഥ കൂടെയുണ്ട് സാക്ഷ്യങ്ങളിൽ. തിബേരിയൂസ് കടപ്പുറത്ത് പത്രോസും മറ്റാറ് പേരും കൂടി മീൻ പിടിക്കാൻ പോയി. 21-ാം അധ്യായത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം. 21-ാം അധ്യായത്തിൽ മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവൻ അധ്വാനിച്ചു. രാത്രി മുഴുവൻ, നമ്മൾ പറയില്ലേ, എന്താ പറയുന്നത്, രാത്രി മുഴുവൻ കട്ടക്ക് അവരധ്വാനിച്ചിട്ട്, നടുവൊടിയുന്ന വിധത്തിൽ അധ്വാനിച്ചിട്ട്, ഒരു നേരം വിശ്രമിക്കാതെ അധ്വാനിച്ചിട്ട്, ഇടതും വലതും മുമ്പിലും പിറകിലും വലകൾ മാറി മാറി വീശിയിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എന്താണ് അതിന്റെ അർത്ഥം? ഫെയിലിയർ, അട്ടർ ഫെയിലിയർ. തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയാണ്. പരാജയപ്പെട്ട് ഒരു മകള് പറഞ്ഞു, അച്ഛൻ 9 പ്രാവശ്യം. അച്ഛൻ ചോദിച്ചു, മോളെ നീ അടുത്ത ഈ 6-ാം തീയതി OET എഴുതാൻ പോവാണ്. ശനിയാഴ്ച OET പരീക്ഷയുണ്ട്. പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരീക്ഷ എഴുതാൻ പോവാണ്. മെസ്സേജ് അയച്ചു. അപ്പം അച്ഛൻ ചോദിച്ചു, എത്രാമത്തെ പ്രാവശ്യമാണ്? ഫോൺ ചെയ്തു, എത്രാമത്തെ പ്രാവശ്യമാണെന്ന് തന്നെ ഓർക്കുന്നില്ല. 9-ഓ 10-ഓ അങ്ങോട്ടാണെന്ന്. എത്ര പ്രാവശ്യം എഴുതി എന്നുള്ളത് പോലും മറന്നുപോയി. ഇതിപ്പോൾ എണ്ണി പഠിക്കാനായിട്ട് നാളെ കണക്ക് പരീക്ഷയൊന്നും ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ്. അതുപോലെ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. നിന്റെ ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന എത്രയോ വട്ടമാണ് നമ്മൾ പലതും ചെയ്തിട്ട് ഒരു മെച്ചപ്പാടുമില്ലാതെ നിന്നിരുന്നൊരു സമയത്ത് കർത്താവ് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൻ്റെ ആ ബീച്ചിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ആ തീരത്ത് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട്, കുഞ്ഞെ നിനക്ക് വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. കുഞ്ഞുങ്ങളെ എന്ന വാക്കിന്
ഗ്രഹിക്കാൻ ബുദ്ധിയില്ലാത്തവരെ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ വിചാരിക്കും ഈശോ വന്നിട്ട് 60 വയസ്സുള്ള പത്രോസിനെ നോക്കിയിട്ട് കുഞ്ഞുങ്ങളേന്ന് വിളിച്ചത് സ്നേഹം കൊണ്ടായിരിക്കുമെന്ന്. അതിൻ്റെ കുറച്ചുകൂടി ആഴമുള്ളൊരു വ്യാഖ്യാനം, ഉയർത്തെഴുന്നേറ്റത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരെ. മറ്റുള്ളവർ നിങ്ങളോട് വന്ന് മഗ്ദലേന മറിയമൊക്കെ പറഞ്ഞത്, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വന്ന് പറഞ്ഞത് ഇതൊക്കെ കേട്ടതല്ലേ? അതെ, അതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരെ. അതാണ് ഈ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന വാക്കിൻ്റെ അപ്പോ കുഞ്ഞുങ്ങളെ, മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തവര്, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കടലായത് കൊണ്ട്, കല്ല് കിട്ടാത്തത് കൊണ്ട് കല്ലെടുത്തെറിഞ്ഞില്ല. അവര് പറഞ്ഞു, ചേട്ടായി, കരക്ക് നിൽക്കുന്ന ചേട്ടായി ആരാണെന്ന് അറിഞ്ഞൂടാ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ചേട്ടായി പൊയ്ക്കോ. അപ്പോ കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലതുവശത്ത് വലയിറക്കുക. ഈ കടലിന് വലതുണ്ടോ ഇടതുണ്ടോ? ഈ വള്ളം ഇങ്ങനെ കടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടോ? ഉണ്ട്. അത് മറ്റേത് വെച്ച് നോക്കേണ്ടി വരും. വടക്ക് നോക്കി വെച്ച്. അപ്പൊ എന്തായാലും വലതുവശത്ത് വലയിറക്കുക. നിന്റെ വിശ്വാസത്തിന്റെ വലതുവശത്ത് വലയിറക്കുക. വലതെന്ന് പറയുന്ന വാക്കിന് അങ്ങനെ ചില അർത്ഥങ്ങളുണ്ട്. നിന്റെ സ്നേഹത്തിന്റെ വലതുവശത്ത് വലയിറക്കുക, നിന്റെ കാരുണ്യത്തിന്റെ വലതുവശത്ത് വലയിറക്കുക, നിന്റെ ദൈവസ്നേഹത്തിന്റെ പരസ്നേഹത്തിന്റെ വലതുവശത്ത് വലയിറക്കുക, നിന്റെ പ്രാർത്ഥനയുടെ വലതുവശത്ത് വലയിറക്കുക, ദൈവാനുഭവങ്ങളുടെ സാക്ഷ്യത്തിന്റെ വലതുവശത്ത് വലയിറക്കുക, പ്രത്യാശയുടെ വലതുവശത്ത് വലയിറക്കുക. സങ്കടകരമായ ഒരു സഹോദരി പറഞ്ഞു, അവരുടെ അമ്മ 10-60 വയസ്സുള്ള അമ്മ എലിവിഷം കഴിച്ചു എന്ന്. ജീവിതത്തിൽ എവിടെയോ ഇനി ജീവിക്കണ്ട, ജീവിത സാഹചര്യങ്ങളിൽ എവിടെയോ പ്രത്യാശ നഷ്ടപ്പെട്ടു, ഇനി ജീവിക്കണ്ട എന്ന് തോന്നിയപ്പോ ഈ 60 വയസ്സുകാരി അമ്മ വിഷമെടുത്ത് കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രത്യാശയുടെ വലതുവശത്ത് നീ വലയിറക്ക്. അച്ഛൻ, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എനിക്കിനി സൗഖ്യം കിട്ടില്ല, ഞാനിനി മരിച്ചാ മതി. കുഞ്ഞേ, നീ നിന്റെ പ്രത്യാശയുടെ വലതുവശത്ത് വലയിറക്ക്. അവിടെ നിന്റെ കർത്താവ് അത്ഭുതം നിനക്ക് വേണ്ടി, നീ വലയിറക്ക്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത്രയും നേരം ഇറക്കിയിട്ട് കിട്ടിയില്ലല്ലോ, അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്നത് കേട്ട് നീ ചെയ്യ്. അവര് ചെയ്തു. വല നിറയെ, വഞ്ചി നിറയെ 153 മത്സ്യങ്ങൾ കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് എന്താണ് ഈ 153 മത്സ്യങ്ങളുടെ പ്രത്യേകത? അന്ന് ഗലീലിയ കടൽ, തിബേരിയസ് കടലിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങൾ, വിവിധങ്ങളായ മത്സ്യങ്ങൾ, 153 തരം മത്സ്യങ്ങൾ ആ കടലിൽ ഉണ്ടായിരുന്നു എന്നാണ് പഠനം, എന്നാണ് അവരുടെ ഒരു അറിവ്. ഇവർ വലയിറക്കിയപ്പോൾ കടലിലുണ്ടായിരുന്ന ഈ 153 തരം മത്സ്യങ്ങളും സഭയാകുന്ന വലയിൽ ഒരു വേർതിരിവും കൂടാതെ അവർക്ക് വേണ്ടി പിടിക്കുകയും എന്നിട്ടും വല കീറാതിരിക്കുകയും, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന സഭയാകുന്ന വല എല്ലാവരെയും ഉൾക്കൊള്ളുമ്പോഴും അതിൻ്റെ കണ്ണികളിൽ ഒന്നുപോലും കീറിപ്പോവുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചോ. ആ വല എല്ലാവരെയും ഒരു തരത്തിൽ, വർണ്ണത്തിലോ വർഗത്തിലോ ദേശത്തിലോ വിവേചനം കൂടാതെ എല്ലാവരെയും സ്വീകരിക്കാൻ തക്കവിധം വിസ്തീർണവും ശക്തിയുമുള്ളതാണ് ഉദ്ധിതന്റെ വല എന്ന് മനസ്സിൽ സൂക്ഷിക്കട്ടെ. ഉറക്കെ വിളിക്കാം, ഈശോയേ. അതുകൊണ്ട് അച്ഛനെ കേട്ടുകൊണ്ട് ഈ ആവിലായിലെ തിരുനടയിൽ, ഈ പുണ്യഭൂമിയിൽ, ഈ ആലയത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ കേട്ടുകൊണ്ട് ഓൺലൈനിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, നിങ്ങൾ ഏത് വർണ്ണത്തിലോ വർഗത്തിലോ ദേശത്തിലോ ഉള്ളവരാണെങ്കിലും നിങ്ങളെ ഉൾക്കൊള്ളാൻ തക്കവിധം വിശാലമായ ഹൃദയവിശാലതയുള്ള ഒരു സഭയിലാണ്, ഒരു കൂട്ടായ്മയിലാണ്. ഉദ്ധിതന് വർണ്ണവിവേചനമില്ല. ഉദ്ധിതന് വർണ്ണമില്ലെന്ന്. വർണ്ണമില്ലാത്തവന് വർണ്ണവിവേചനമുണ്ടോ? ഉദ്ധിതന് വർഗമില്ലെന്ന്. അവനേത് വർഗം, അവനേത് വർണ്ണം,
അവൻ ഏത് ദേശം, അവൻ അവിടെയും ഇവിടെയും ഏതെങ്കിലും ദേശത്തിന്റെ പരിമിതികളില്ല, വർണ്ണത്തിന്റെ പരിമിതികളില്ല, വർഗത്തിന്റെ പരിമിതികളില്ല. ഒരു വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പരിമിതികളില്ലാതെ അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. അവൻ അതുകൊണ്ട് എല്ലാവർക്കും സംലഭ്യനാണ്, എല്ലായിടത്തും സംലഭ്യനാണ്, ഇപ്പോഴും സംലഭ്യനാണ്. കാരണം അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്. ഉറക്കെ വിളിക്കാം, ഈശോയേ. ഉയർത്തെഴുന്നേൽക്കാത്തവർക്ക്, ഈ ഉയർത്തെഴുന്നേറ്റവന്റെ കൂടെ ചേർന്ന് അവന്റെ സ്വഭാവം സ്വന്തമാക്കാത്തവർക്ക് വർണ്ണമുണ്ട്. അവര് നിറം നോക്കും, അവര് വർഗം നോക്കും, അവരെവിടെ നിന്നാണെന്ന് നോക്കും. അങ്ങനെയുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അറിഞ്ഞിരുന്നോ, കണ്ണൂരിൽ നിന്നാണെന്ന് പറയുമ്പോൾ ചില ആളുകൾ പെണ്ണു കൊടുക്കുകയില്ല കേട്ടോ. വേറെ ജില്ലക്കാർ കല്യാണാലോചന കഴിച്ച് എവിടെ നിന്നാണ്, കണ്ണൂര്, വേണ്ട. അങ്ങനെ ഒരു ചേട്ടൻ കണ്ണൂരിൽ നിന്ന് വീട് മാറി വേറെ സ്ഥലത്ത് പോയി താമസിച്ചു. അങ്ങനെയാണ് ചെറുക്കൻ്റെ കല്യാണം നടത്തിയത്. എന്നിട്ട് ഇങ്ങോട്ട് വന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെ അങ്ങനെ പലതിൻ്റെയും ഒക്കെ വിവേചനങ്ങള്, കർത്താവിൻ്റെ പലതിൻ്റെയും വിവേചനങ്ങൾ, അതിൻ്റെയും. അച്ഛൻ പറഞ്ഞു വരുന്നത്, നീ കർത്താവിൻ്റെ ആളാണോ ഉദ്ധിതന്റെ ആളാണോ എന്ന് നോക്കുന്നതിന് പകരം, ഒരു കല്യാണാലോചന നടത്തുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ബന്ധമാണോ എന്നാലോചിക്കുന്നതിന് പകരം, ഇവനെയാണോ ഇവളെയാണോ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതെന്നാലോചിക്കുന്നതിന് പകരം ആലോചിക്കുന്നത് പറ്റു പലതുമാണ്. കർത്താവ് ഒരുക്കിയതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. മോളെ, അവൻ ഈശോയെ അറിയാത്ത ഒരാളല്ലേ. അവനെ നീ ഭർത്താവായിട്ട് സ്വീകരിച്ചാൽ നിനക്ക് ഈശോ നഷ്ടപ്പെടില്ലേ? അപ്പൊ അവള് പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കണമെന്നല്ലേ ഈശോ പറഞ്ഞാക്കണം, അല്ലേ? അങ്ങനെയല്ല, അതല്ല അതിൻ്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ പരാജയത്തിൽ, അച്ഛൻ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മൾ വചന ശുശ്രൂഷ തുടങ്ങിയിട്ട് 1 മണിക്കൂറിലധികമായി. പറഞ്ഞു വരുന്നത്, പരാജയത്തിൽ എൻ്റെ പരാജയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ വല വീശി എൻ്റെ പലതും ചെയ്തു, ഒരു മെച്ചപ്പാടുമില്ലായിരുന്നപ്പോൾ അവൻ വന്ന് വലതുവശത്ത് വലയിറക്കുക എന്ന് പറഞ്ഞു. ഞാൻ വലതുവശത്ത്, വചനത്തിൻ്റെ വലതുവശത്ത്, വചനം വലതുവശത്തുള്ള വചനത്തിൻ്റെ വലതുവശത്ത് ഞാൻ വലയിറക്കിയപ്പോ കർത്താവ് അത്ഭുതകരമായി എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും, അച്ഛൻ്റെ കൂടെ ശുശ്രൂഷയ്ക്കൊക്കെ സഹായിക്കുന്ന ആന്റണി ചേട്ടൻ എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. കഴിഞ്ഞ ദിവസം അപ്പച്ചനെ കാണാൻ വീട്ടിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്നവരോട് ആന്റണി ചേട്ടൻ ഈ കഥ വീണ്ടും പറഞ്ഞു. 10 കോടി രൂപ കടമുണ്ടായിരുന്ന സമയത്ത് അപ്പൻ വീണ്ടും അത് കമ്പനി പൂട്ടി വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അപ്പൻ വീണ്ടും ഒരാധാരം കൂടി എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയി ലോൺ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കൊണ്ടുപോയി ലോൺ എടുത്തു, 2 കോടി ലോൺ എടുത്തു. അപ്പോഴാണ് സുനാമി വന്നത്. അങ്ങനെ 10 കോടിയും 2 കോടിയും പോയി 12 കോടി രൂപ കടമായി. അങ്ങനെ എല്ലാം പോയി കഴിഞ്ഞപ്പോൾ ആന്റണി ചേട്ടൻ തന്നെ പറയാണ്, ഈ 2 കോടി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചാനെ അപ്പനാണ് എന്നെ രക്ഷിക്കുന്നതെന്ന്. കാരണം അപ്പൻ തന്നത് വെച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞാനെ. കർത്താവിനെ അറിയാതെ ഞാൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ, എൻ്റെ സാമ്പത്തിക മേഖല മെച്ചപ്പെട്ടിരുന്നെങ്കിൽ അത് രക്ഷയാകുമായിരുന്നില്ല, അത് നാശമാകുമായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അത് വരിയിടാൻ, ഓരോ വചനത്തിൻ്റെ ഇടയിലും വരയിടാൻ തുടങ്ങി. അങ്ങനെ വചനം വായിക്കുന്നവന്, കർത്താവിനെ അറിയുന്നവനുമായി മാറിയപ്പോൾ എൻ്റെ കടമെല്ലാം കർത്താവ് ഇളച്ചു തരികയും, ഓരോ വർക്കിംഗ് ഡേയിലും ഒരു 50 ലക്ഷം രൂപ ഓരോ ദിവസവും അത് വരുമാനം, ഒരു ബിസിനസ്സുള്ള ഒരു കമ്പനി മാറുകയും ചെയ്തു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതാണ് വലതുവശത്ത്, ഇങ്ങനെ 100 കണക്കിന് സാക്ഷ്യങ്ങൾ. വലതുവശത്ത് വലയിറക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്,
വിശ്വാസത്തിൻ്റെ വലതുവശത്ത്. അച്ഛൻ വായിച്ചിട്ടുണ്ട് ബെന്നി പുന്നത്തറ സാറിൻ്റെ, ശാലോം TV-യുടെ ഒക്കെ സ്ഥാപകനായിട്ടുള്ള ബെന്നി സാറിൻ്റെ പ്രലോഭനങ്ങൾ എവിട എന്ന് പറയുന്നൊരു പുസ്തകത്തിൽ സാർ പറയുകയാണ്, ഒന്നുമില്ലാതിരിക്കുന്ന ഒരു സമയത്ത്, ഒരു TV പോലും മേടിക്കാൻ കാശില്ലാത്തൊരു സമയത്ത് പറയുകയാണ് ഒരു TV ചാനൽ തുടങ്ങാൻ. നീ വിശ്വാസത്തിൻ്റെ വലതുവശത്ത് വലയിറക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങൾ സംഭവിക്കും. കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ ചോദിച്ചു, 1 മാസം ഇത് റൺ ചെയ്യാൻ എന്ത് ചെലവ് വരുന്നുണ്ട്? പറഞ്ഞു ഏകദേശം 1 കോടി അടുത്ത് ചെലവ് വരും 1 മാസം ഈ ചാനൽ റൺ ചെയ്യാൻ. ഏകദേശം, കൂടുതലാവാം കുറവാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതെവിടെ നിന്ന് കണ്ടുപിടിക്കും? ഒരു പരസ്യവും ഇല്ല. ആരെങ്കിലും കൊടുത്തിട്ട് കിട്ടുന്നത് വെച്ച് വേണം ഈ 1 കോടിയിലെത്താൻ. അങ്ങനെ എത്തിയിട്ട് വേണം ലോകം മുഴുവനും വചനമെത്തിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ. വലതുവശത്ത് വലയിറക്കിയപ്പോൾ എൻ്റെ കുറവുകളിൽ നിന്ന്, എൻ്റെ കുറവുകളുടെ സമയത്ത്, എൻ്റെ പരാജയങ്ങളുടെ സമയത്ത് ഞാൻ കർത്താവ് പറയുന്നത് കേട്ട് വലതുവശത്ത് വലയിറക്കിയപ്പോൾ അത്ഭുതം നടന്നത് നിന്റെ ജീവിതത്തിലില്ലേ? നിന്റെ പത്രോസ് സ്വയം പറഞ്ഞ കഥയാണ്. പത്രോസും മറ്റ് ഈ 6 പേര് പരാജയപ്പെട്ടവര് അവര് പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്. യോഹന്നാൻ കൂടെ ഉണ്ടായിരുന്നു. ഈ വചനം പ്രിയപ്പെട്ടവരെ, സാക്ഷ്യം പറയുമ്പോൾ എന്തു പറയുമെന്ന് നീ അന്വേഷിച്ച് വിഷമിക്കണ്ട. നിന്റെ പരാജയങ്ങളെ കർത്താവ് എങ്ങനെയാണ് വിജയമാക്കി മാറ്റിയതെന്ന്, നിന്റെ കണ്ണുനീർക്കണങ്ങളെ നിന്റെ കർത്താവ് എങ്ങനെയാണ് മണിമുത്തുകളാക്കി മാറ്റിയതെന്ന്, നിന്റെ ഹൃദയ നൊമ്പരങ്ങളെ കർത്താവ് എങ്ങനെയാണ് ആ നൊമ്പരങ്ങളിൽ നിന്നൊരു റോസാപ്പൂവിന്, നിന്റെ ഹൃദയത്തിലുള്ള മുള്ളുകൾക്കിടയിൽ നിന്ന് സുഗന്ധവാഹിനിയായ ഒരു റോസാ പുഷ്പത്തെ കർത്താവ് എങ്ങനെയാണ് വിരിയിച്ചതെന്നതിൻ്റെ കഥ നിന്റെ ഹൃദയമിടിപ്പുകൾക്കും നിന്റെ ശ്വാസനിശ്വാസങ്ങൾക്കും പറയാനില്ലേ? നീ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുക. നീ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നീ അവിടുത്തെ സാദൃശ്യത്തിൽ നിന്ന് സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യങ്ങൾ പറയുന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ, സാക്ഷ്യം പറഞ്ഞ് എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവായി മാറുന്നതെന്നതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വ്യാഴാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് വിളിക്കാം ഈശോയേ, ഈശോയേ.